ഹലോ ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. പൊന്നു ബാ, മോളി ബാ, പൗഡർ ഇടട്ടെ മാമ. ഹലോ ഗൈസ്, അപ്പോൾ അവനെ ഞാൻ ചോറൊക്കെ കൊടുത്തിട്ട് വന്നിരിക്കുന്നതായി കാണുന്ന കേട്ടോ. ഒന്ന് തുടച്ചെടുത്തിട്ട് പൗഡറൊക്കെ ഇടാന്ന്. അപ്പോൾ അവൻ കട്ടിൻ്റെ മുകളിൽ കയറുന്നില്ല കേട്ടോ. എന്നോടുള്ള വാശിയിലിരിക്കുന്ന കേട്ടോ. എന്താണെന്നറിയാമോ, ഞാൻ കുക്കർ ഇച്ചിരി ശരിയാക്കണം, ഒരു വാഷർ മേടിക്കാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള കടകളിലേക്ക് പോയപ്പോൾ ഇവനെ ഞാൻ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്നോ, തിരിച്ചു വന്നപ്പോൾ ആ ഷീറ്റൊക്കെ വലിച്ച് കൂട്ടി ദേഷ്യത്തിൽ അവനെ ഞാൻ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ട്. വാ ബാ, ഒന്നുമില്ല പൊന്നു, ബാ ബാ ഇട്ട് തരാം, വാ വാ. ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. ഗൈസ്, ഞാൻ ആ റൂമിൽ കൊണ്ടുവന്ന് അവനോട് അവൻ ഷീറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ മറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ആ ദേഷ്യത്തിൽ ഇപ്പുറത്തേക്ക് വന്ന് കിടന്നതാട്ടോ, അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൈയൊക്കെ ഉണങ്ങി വരുന്നുണ്ട്, ടാബ്ലറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട്, കൈയൊക്കെ ഉണങ്ങി വരുന്നുണ്ട്, ആൾ ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചോറൊക്കെ കൊടുത്ത് പൗഡറൊക്കെ ഇട്ടിട്ട് ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ അവനെ കുറ്റം പറയാൻ പാടില്ല കേട്ടോ. കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് തിരിഞ്ഞ് ഓടി വന്നത്. പൗഡർ ഇടാൻ വേണ്ടി അവൻ മുകളിലേക്ക് കയറുന്നില്ല. ഇത് കണ്ടോ, ഷീറ്റൊക്കെ വലിച്ച് വാരി ഇട്ടു. ഞാൻ പോയപ്പോൾ സമയത്ത് അവൻ ഇതിൻ്റെ മേലെ കിടന്ന് അങ്ങനെയാണ് കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞാൽ ഷീറ്റൊക്കെ അവൻ ഇങ്ങനെ കാലുകൊണ്ട് മറിച്ചൊക്കെ ഇടും. ഏത് പറഞ്ഞോണ്ടാ വന്നിരിക്കുന്നത് കണ്ടോ. ഞാനത് പറഞ്ഞില്ലേ, കുറ്റം പറഞ്ഞില്ലേ. അപ്പോൾ സ്നേഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതായി കാണുന്നത് കേട്ടോ. നല്ല ചൂടുണ്ട്, ഭയങ്കരമായ ചൂടാണ്, ഹീറ്റ് വേവാണ് ഇവിടെ. 21-ാം തീയതി വരെ ചൂട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഇനിയും മെയ് ജൂണൊക്കെ ചൂട് ഭയങ്കര ചൂടായിരിക്കും. പക്ഷേ ഈ ഹീറ്റ് വേവ് 21-ാം തീയതി വരെ ഉണ്ടെന്ന് ന്യൂസിലൊക്കെ പറഞ്ഞു കേട്ടോ, പേപ്പറിലൊക്കെ. അപ്പോൾ ഇത് മോൻ കിടക്കുന്ന അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കൊഞ്ചുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുക്കറിൻ്റെ വാഷർ മേടിക്കണമായിരുന്നു, മിക്സിയുടെ വാഷർ മേടിക്കണമായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു കടയിൽ പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവനിതേ ആ ഒരു ദേഷ്യത്തിൽ കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന ഉടനെ ഊണൊക്കെ കൊടുത്തു. വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത ഒരു 10 മിനിറ്റ് പിടിച്ചോളൂ. അതിനാണെങ്കിൽ ദേഷ്യം ചക്കന്. പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഇവനെ AC റൂമിൽ ഇട്ടിട്ട് നമ്മുടെ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വരും. മറ്റത് വൈകുന്നേരമായിരുന്നു, ഉച്ചയ്ക്ക് വരും. അപ്പോൾ ഒന്ന് ചീരക്കറി വെക്കണം, ഇത്തിരി പണികളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഞാൻ താഴെ ഇരിക്കുന്നുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നതാ കാണുന്നത് കണ്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. പൊന്നു ഫാൻസിനൊക്കെ ഒരു ബൈ പറഞ്ഞേ. നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം. ഭയങ്കര ചൂട്, ഇന്ന് ഇത്തിരി തിരക്കലും ആയിരുന്നു കേട്ടോ. മോള് പോയത് 11:30. അപ്പോൾ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇസ്തിരിയൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു, അവളുടെ ജീൻസും ടോപ്പൊക്കെ. അങ്ങനെ ഒത്തിരി പണികളിലായിരുന്നു. അപ്പം മോനിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനിങ്ങനെ തറയിലിരുന്നതായിട്ടോ, തണുപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പം മോന് കുറവൊക്കെ ആയിട്ട് വരുന്നുണ്ട്, എല്ലാം കുറഞ്ഞ് വരുന്നുണ്ട്, ഉണങ്ങി വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇന്നത്തെ മോൻ്റെ വിശേഷമൊക്കെ ഇത്ര തന്നെ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്ന കേട്ടോ, ചേർന്നിരിക്കുന്ന. ഞാൻ കുറ്റം പറഞ്ഞില്ലേ, അതുകൊണ്ട് ചേർന്നിരിക്കുന്ന. ആ ഷീറ്റൊക്കെ വലിച്ച് വാരി ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്നിരിക്കുന്ന കേട്ടോ, സ്നേഹിക്കുന്ന എന്നെ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.